അൻവറിന്റെ തുടർ ആരോപണങ്ങൾ സംസ്ഥാന സർക്കാരിനെ വെട്ടിലാക്കുന്നുണ്ട്. അൻവർ MLA തുടർച്ചയായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് മൂലം സർക്കാർ പ്രതിസന്ധി നേരിടുകയാണിപ്പോൾ. ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിലൂടെ പല ഘട്ടങ്ങളിലും സർക്കാർ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായി. ഇത് പാർട്ടിക്കുള്ളിൽ PV അൻവറിനെതിരെയുള്ള ഒരു വികാരമാണ് സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത്. ഒരു വിഭാഗം നേതാക്കൾ തന്നെ ഇപ്പോൾ അൻവറിനെതിരെ പാർട്ടിക്കുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. PV അൻവർ MLAയുടെ ആരോപണങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇടതുപക്ഷം തന്നെ അദ്ദേഹത്തെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇപ്പോഴിതാ PV അൻവറിനെ പരസ്യമായി തള്ളിപ്പറയുകയാണ് LDF. പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ അൻവർ ആരോപണം ഉന്നയിച്ചതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് LDF കൺവീനറായ TP രാമകൃഷ്ണൻ രംഗത്ത് വന്നിരുന്നു. എല്ലാ ദിവസവും ആരോപണം ഉന്നയിക്കൽ ഒരു നല്ല ലക്ഷണമല്ലെന്നാണ് അൻവറുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി LDF കൺവീനർ പറഞ്ഞത്. അതേസമയം ഫോൺ ചോർത്തൽ ആര് ചെയ്താലും തെറ്റാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. താനും ഫോൺ ചോർത്തിയിട്ടുണ്ടെന്ന് അൻവർ നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നതാണ്. അൻവർ അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അൻവർ രേഖാമൂലം ഒരു പരാതി കൊടുക്കട്ടെ. അൻവർ നേരത്തെ നൽകിയ പരാതിയിൽ ശശിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരാമർശവും ഇല്ല. ഇനി ശശിയെ കുറിച്ച് എന്തെങ്കിലും പരാമർശമുണ്ടെങ്കിൽ അയാൾ ഉന്നയിക്കട്ടെ. എല്ലാ ദിവസവും ഇങ്ങനെ ആരോടും ഉന്നയിക്കില്ല. അതിന് ഒരു നല്ല ലക്ഷണമാണ്. ഒരു പ്രശ്നങ്ങൾ തുറന്ന് പറഞ്ഞു, അതിനെ വരെ ഗവൺമെന്റ് അന്വേഷിക്കാം എന്നുള്ളത് പറഞ്ഞു. ഇനി അതിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പ്രശ്നം അദ്ദേഹത്തിന് ഗവൺമെന്റിൽ എഴുതി സമർപ്പിക്കാം. അത്തരം ഒരു നിലപാട് എടുത്തിട്ട് പോലല്ലേ ശരി? അങ്ങനെ തോന്നില്ല. നിങ്ങൾ ഈ അൻവറിനൊന്നും വെറുതെ കുഴപ്പത്തിലാക്കല്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മുന്നണിയിൽ CPM മെമ്പറല്ല അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ്. അയാൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ആ നിലയിൽ ചില സ്വതന്ത്രമായ നിലപാട് അയാൾ എടുക്കുന്നുണ്ട്. അത് നോക്കാം നമുക്ക്. അതേസമയം ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണന് നിലമ്പൂർ MLA PV അൻവറിന്റെ മറുപടിയും പുറത്തു വന്നു കഴിഞ്ഞു. നീതി കിട്ടിയില്ലെങ്കിൽ അത് കിട്ടും വരെ പോരാടും. അതിനി ദിവസക്കണക്കൊക്കെ റെക്കോർഡ് ചെയ്യപ്പെട്ടാലും അതൊന്നും കാര്യമാക്കുന്നില്ല. തനിക്ക് വേണ്ടിയല്ല, എല്ലാ സഖാക്കൾക്കും വേണ്ടിയാണ് ഈ പോരാട്ടമെന്ന് PV അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. കേരള പോലീസിലെ ഒരു സംഘം വ്യാപകമായി പാർട്ടി സഖാക്കളുടെ ഉൾപ്പെടെ കോളുകൾ ചോർത്തുന്നുണ്ടെന്ന ആരോപണം അൻവർ വീണ്ടും ആവർത്തിച്ചു. PV അൻവർ എല്ലാ ദിവസവും ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ലെന്ന് ഇടതുമുന്നണി കൺവീനർ പറഞ്ഞതിന്റെ പിന്നാലെ തന്നെ അതിന് മറുപടി നൽകിയിരിക്കുകയാണ് PV അൻവർ MLA. PV അൻവറിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. മിത്തോ അഭ്യൂഹമോ അല്ല എന്ന തലക്കെട്ടോടെയാണ് അദ്ദേഹം കുറിപ്പ് ആരംഭിക്കുന്നത്. കേരള പോലീസിലെ ഒരു സംഘം വ്യാപകമായി പാർട്ടി സഖാക്കളുടെ ഉൾപ്പെടെ കോളുകൾ ചോർത്തുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു അൻവറിന്റെ പോസ്റ്റ്. അതിന്റെ തെളിവുകളും പുറത്തുവിട്ടിട്ടുണ്ട് എന്ന് അൻവർ പറയുന്നു. തിരുവനന്തപുരത്ത് സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം RSS കത്തിച്ചെങ്കിൽ അതിന്റെ പേരിൽ കണ്ണൂരിലുള്ള സഖാവ് കാരായി രാജന്റെ ഫോൺ ചോർത്തുന്നതിന്റെ കാരണം എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. കാലങ്ങളോളം രാഷ്ട്രീയമായി വേട്ടയാടപ്പെട്ട് നാടുകടത്തപ്പെട്ട സഖാവാണ് കാരായി രാജൻ. അത്രമാത്രം ത്യാഗം സഹിച്ചിട്ടുള്ള ആ സഖാവിനെ സ്വാമിയുടെ ആശ്രമം കത്തിക്കൽ കേസുമായി ബന്ധപ്പെടുത്താൻ ആർക്കാണിവിടെ ഇത്ര ധൃതി? നിരപരാധികളായ സഖാക്കളെ വേട്ടയാടുന്ന പോലീസിലെ ചിലരുടെ മനോഭാവം എതിർക്കപ്പെടേണ്ടതുണ്ട്, അവസാനിക്കപ്പെടേണ്ടതുണ്ട്. കാരായിൽ നിന്ന് കണ്ണൂരിലെ ജയരാജന്മാരിലേക്ക്, അവിടെ നിന്ന് AKG സെന്ററിലേക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും ഇതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഇത് ബൂമറാങ് ആവുമെന്ന അവസാന നിമിഷത്തെ ആരുടെയോ ഉപദേശമാണിവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. അല്ലെങ്കിൽ സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ചതിന്റെ പാപഭാരം ഈ പാർട്ടിയും കാരായെ പോലുള്ള സഖാക്കളും തലയിൽ പേറേണ്ടി വന്നേനെ. നീതി കിട്ടിയില്ലെങ്കിൽ അത് കിട്ടും വരെ പോരാടും. അതിനി ദിവസക്കണക്കൊക്കെ റെക്കോർഡ് ചെയ്യപ്പെട്ടാലും അതൊന്നും കാര്യമാക്കുന്നില്ല. എനിക്ക് വേണ്ടിയല്ല, നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയാണ് സഖാക്കളെ ഈ പോരാട്ടം. സഖാവ് കാരായിക്ക് ഐക്യദാർഢ്യം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു PV അൻവറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. അതേസമയം PV അൻവറിന്റെ ആരോപണങ്ങളുടെയും മറ്റു വിവാദങ്ങളുടെയും പേരിൽ മുൾമുനയിൽ നിർത്തുന്ന കോൺഗ്രസിന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരുന്നു. RSSനെ പ്രീണിപ്പിക്കേണ്ട ഘട്ടത്തിലേക്ക് CPM എത്തിയിട്ടില്ലെന്നും അവരെ നേരിട്ട് ജീവൻ നഷ്ടമായ പാർട്ടിയാണ് CPM എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. RSS ശാഖയ്ക്ക് കാവൽ നിൽക്കുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് KPCC പ്രസിഡന്റ് ആണെന്നും അതാരും മറന്നിട്ടില്ലെന്നും പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വെച്ച് കോൺഗ്രസുകാരെ ഓർമ്മിപ്പിച്ചു.